കൂദാശയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛൻ്റെ ഈ നോട്ടുകളെല്ലാം മനസ്സിൽ സൂക്ഷിക്കണം. കൂദാശയുടെ പുറത്തുള്ളവർക്ക് അത് ബാധകമല്ല. കൂദാശയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജന്മകാലം മുഴുവൻ കൂദാശ എന്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്? നിത്യത വരെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ. നമുക്ക് 70 കൊല്ലം കൊണ്ട് ജീവിച്ച മുതലായെങ്കിൽ കർത്താവിന് ഈ അവസ്ഥയിൽ ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. നിത്യതയ്ക്ക് വേണ്ടിയാണ് അവൻ പാപത്തിന് പരിഹാരം ചെയ്തത്. അവൻ എനിക്ക് പകരമാണ് അവൻ ശിക്ഷ വാങ്ങിച്ചതെങ്കിൽ എൻ്റെ ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ ഈ വീണ്ടും അവനെ വിട്ടുകൊണ്ട് വേറെ ശിക്ഷ സ്വയം ഏറ്റുമേടിക്കരുത്. ദുശാഠ്യം പലപ്പോഴും വരണത് ഇപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഒരു 3 മാസം കള്ളുകുടി അങ്ങ് നിർത്തിയേക്കാമെന്ന് പറയും. ഉടമ്പടിയുടെ ഒരു ഘട്ടമാണ് 3 മാസം എന്ന് പറയണത്. ഉടമ്പടിക്ക് 4 ഘട്ടമാണുള്ളത്. അപ്പം 4 ഘട്ടവും വരെ വേണമെങ്കിൽ മദ്യപാനമൊക്കെ ഒഴിവാക്കാമെന്ന് വിചാരിക്കും. അപ്പം ചില ആൾക്കാർ നോൻപിന് 10-50 ദിവസം നോൻപെടുക്കത്തില്ലേ, എന്നിട്ട് നോൻപിന് കുടിക്കാനുള്ളതെല്ലാം അവർ നോൻപ് കഴിയുമ്പോൾ ഈസ്റ്ററിനെ കുടിച്ച് അവസാനിപ്പിക്കും. അപ്പം അങ്ങനെയുള്ള കള്ളക്രിസ്ത്യാനിക്കൊന്നും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാര്യം ഉടമ്പടിയുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം പാലക്കാടത്ത് ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, അവരെന്നാ പറഞ്ഞത്? ഞാൻ കർത്താവിനോട് മരുമകൻ്റെ മദ്യപാനം ഒഴിവാക്കാൻ പറഞ്ഞില്ല, ഞാൻ കർത്താവിനോട് പറഞ്ഞത് സമാധാനം തരണമെന്നേ പറഞ്ഞുള്ളെന്ന് പറഞ്ഞു. അതാണ് അവരുടെ സാക്ഷ്യത്തിൻ്റെ മർമ്മം. ഞാൻ കർത്താവിനോട് സമാധാനമാണ് ചോദിച്ചത്, കർത്താവാണ് സമാധാനത്തിന് മാർഗങ്ങൾ ക്രമീകരിച്ചു തന്നതെന്ന്. അതുപോലെ നീ ചോദിക്കുന്ന കൂടുതൽ നൽകാൻ കഴിയും ദൈവത്തിന്. നീ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ നൽകാൻ കഴിയുന്ന ദൈവത്തിനാണ് വചനം സ്തോത്രം ചെയ്യുന്നത്. അതുപോലെ നീ ദൈവതിരുസന്നിധിയിൽ സത്യസന്ധത കാണിച്ചാൽ നീ ചോദിക്കുന്നതിനൊക്കെ കൂടുതൽ ദൈവം നിനക്ക് തരും. പക്ഷെ നീ ദൈവം നിനക്ക് തരുമ്പോഴും നീ എപ്പോഴും ഓർക്കണം, ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ആ സാന്നിധ്യം നിത്യത വരെ ഉള്ളതാണെങ്കിലും നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഉറപ്പുവരുത്താൻ വേണ്ടി ജീവിതം നിത്യമായിട്ട് ക്രമീകരിക്കാൻ വേണ്ടി ശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഉടമ്പടി പ്രാർത്ഥന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ജീവിക്കുവാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ സ്തോത്രം 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 കർത്താവേ. ആ ഹല്ലേലൂയ. കൈകൾ അടിച്ച് ഹല്ലേലൂയ ഉച്ചസ്വരത്തിൽ കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഒരുമിച്ച് പാടും എല്ലാവരും. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ ജീവിക്കുന്നു. യേശു ക്രിസ്തുവിൻ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിതൻ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിതൻ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. കൈകൾ ഉയർത്തി. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥിച്ചുവേ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ യേശുവേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ദൈവമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കും ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തുന്ന സമയമാണ്. ഇത്രയും നേരം കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസാണ്. ആത്യന്തികമായ വാഗ്ദാനം എന്ന് പറയുന്നത് ബൈ പേഴ്സൺ പ്രസൻസ് ആണ്. ദൈവത്തിൻ്റെ നമ്മുടെ കൂടെയുള്ള തനി സാന്നിധ്യം. ഈ തനി സാന്നിധ്യം നിത്യത വരെയാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാന്നിധ്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ദുശ്ശാഠ്യം കൊണ്ടാണെന്ന് പറഞ്ഞു. ഒത്തിരി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചിട്ട കാര്യങ്ങളാണ്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ദൈവം അത് ഉടമ്പടിയുടെ വിഷയമാക്കി മാറ്റണത്. ഒരു കാര്യം നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സ്വാധീനം കൊണ്ടോ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ദൈവം അതിനെ ഒരു എഗ്രിമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് അതിൻ്റെ ഫ്രെയിമിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഉടമ്പടി തുടങ്ങിയത്. 33:10 ഉടമ്പടിയെക്കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 33:10 എങ്ങനെയാണ് ഉടമ്പടി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. കാരണം അത് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന സഹോദരങ്ങൾ പുറപ്പാട് 34:10 അവിടെ നള്ളി ചെയ്തു. ഏറ്റു പറഞ്ഞ് അവിടെ നള്ളി ചെയ്തു. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. അതാണ് പുറപ്പാട് 34:10. ദൈവം ഉടമ്പടി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. അതാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത്. കാര്യം നമ്മൾക്ക് അത്ഭുതങ്ങൾ എപ്പോഴാണ് വരേണ്ടത്? നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ദൈവിക പരിഹാര മാർഗമാണ് ഉടമ്പടി. അതാണ് പുറപ്പാട് 34:10. ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. ഉടമ്പടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവ സംവിധാനത്തിൻ്റെ പേരാണ്. അത് എന്തുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നുവെന്നാണ് അച്ഛനിലൂടെ വെളിപ്പെടുത്തിയത്. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കൊണ്ടാണ്. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ആധ്യാത്മിക കാലാവസ്ഥ നിലനിർത്താനാണ് ദുശ്ശാഠ്യങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ സ്വപ്ന, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ പപ്പ തോമസ് ജോസഫ്, ഇതെൻ്റെ മകൾ സാന്ദ്ര ജിൻഡോ. ഞങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എൻ്റെ പപ്പ കൂടരഞ്ഞിയിലാണ്.
ഞാൻ ആദ്യമായിട്ട് എൻ്റെ പപ്പ ഒക്ടോബർ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ പപ്പ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി വന്നത് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുടെ ഒരു കാര്യത്തിൽ ഇടപെട്ട് വളരെയധികം ബുദ്ധിമുട്ടി 25 ലക്ഷത്തോളം രൂപ കടബാധ്യതയിൽ പെട്ടുപോയതുകൊണ്ട് എനിക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ യാതൊരു വഴിയില്ല എന്നുള്ളത് കണ്ട് എൻ്റെ പപ്പ എൻ്റെ അവസ്ഥ കണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം പപ്പ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. 3 മാസത്തിനുള്ളിൽ തന്നെ യാതൊരു കാരണവശാലും ആ എമൗണ്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് ഉള്ളത് കൊണ്ട് പപ്പായ്ക്കും എനിക്കെപ്പോഴും സംശയമായിരുന്നു. പപ്പ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോ നമ്മുടെ കൂടെയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു എമൗണ്ട് തിരിച്ചു തരാനുള്ള വഴി ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. അതുവഴി ഞങ്ങളുടെ ആ എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ 1987 എൻ്റെ പപ്പ ഒരു സ്ഥലം മേടിച്ചത്. ആ സ്ഥലം പപ്പ ലോൺ എടുത്ത് അതിൻ്റെ ലോണ് വീട്ടിയത് മൂലം ആ പേപ്പർ ആ സ്ഥലം നമ്മൾക്ക് കിട്ടാതെ പോകുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു. കുറേയേറെ വർഷങ്ങളായിട്ട് ആ സ്ഥലം മറ്റൊരാളുടെ കൈവശമായിരുന്നതുപോലെ. അപ്പം നമ്മുടെ ഒരുപാട് പ്രോബ്ലങ്ങൾ വന്നപ്പോൾ ആ സ്ഥലം കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ സ്ഥലം ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ കിടക്കുന്നതുകൊണ്ട് എനിക്കോ എൻ്റെ മമ്മിക്കോ പപ്പായ്ക്കോ അത് അവരുടേതാണെന്ന് ചിന്തിക്കും, നമ്മുടേതാണെന്ന്, എങ്ങനെ ആ കൺഫ്യൂഷനിൽ നിന്ന് നമുക്ക് ആ സ്ഥലം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ പപ്പ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് പപ്പായുടെ ഉടമ്പടി പ്രാർത്ഥനയോടെ പപ്പ എന്നോട് പറഞ്ഞു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസ്തയോടെ മുന്നോട്ട് പോയി നമ്മൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, മാതാവ് നമ്മുടെ എല്ലാ കാര്യവും നടത്തിത്തരും. ആ സ്ഥലം യാതൊരു തടസ്സവും കൂടാതെ ആ സ്ഥലം നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ഞങ്ങൾ ആ സ്ഥലം ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് അത് വിൽപ്പന നടക്കുകയും, അതായത് 19 ലക്ഷം പോലും ആ ഏരിയയിൽ സ്ഥലത്തിന് ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥലം കാണാൻ വരുന്നതോടെ എല്ലാം അവിടെ മുടക്കി വിടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 32 ലക്ഷം രൂപ ഒരു ഏക്കറിൻ്റെ വില കിട്ടി നമുക്ക് ആ സ്ഥലം വിൽക്കുവാൻ കഴിഞ്ഞു. ഇപ്പോഴും നമ്മൾ അത് വിശ്വസിക്കാനാവാത്തത്ര ഒരു അത്ഭുതത്തിലാണ്. കാരണം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിരവധിയായ അനുഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണത്. അതുപോലെ തന്നെ എൻ്റെ പപ്പായുടെ കാലിൽ വർഷങ്ങളായിട്ട് ആണിരോഗം ഉണ്ടായിരുന്നു. പപ്പ പ്രാർത്ഥനയിൽ അത് പ്രത്യേകമായിട്ട് ഓർത്തില്ലെങ്കിൽ പോലും പപ്പ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അതുപയോഗിച്ച് പപ്പ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പപ്പ പോലും അറിഞ്ഞില്ല ആ ഒരു കാലിൽ നിന്ന് ആ ഒരു അസുഖം പൂർണ്ണമായി മാറി ആ പപ്പായ്ക്ക് അതിൽ നിന്ന് സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് +2 കഴിഞ്ഞതിന് ശേഷം അവൾക്ക് അഡ്മിഷന് വേണ്ടി ഞങ്ങൾ ഏതിന് പോകണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നെങ്കിലും പപ്പ എന്നോട് പറഞ്ഞു, ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ദൈവത്തോടു കൂടെയുണ്ട്, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, അവൾ എന്തിനു പോകണമെന്ന് നമുക്ക് ദൈവം തീരുമാനിക്കും, ആ കുഞ്ഞിന് എന്താണോ വേണ്ടത് അത് നമുക്ക് ദൈവം അതിന് തന്നെ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു തരും. എന്നാലും എൻ്റെ മനസ്സിലൊരു സംശയമായിരുന്നു. ഞാൻ എന്നിട്ട് മറ്റൊരു കോളേജിൽ കൊണ്ടുപോയി 50,000 കൊടുത്തു. അവിടുന്ന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നോർത്ത്. കാരണം ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അവിടുത്തെ എൻട്രൻസ് എഴുതി പാസ്സായാൽ മാത്രമേ കിട്ടൂ. പപ്പ എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് അവളെ നീ എൻട്രൻസ് എഴുതാൻ പറഞ്ഞു വിട്. ഞാൻ അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന് കൊച്ചിനെ കൊണ്ടുപോയി 2 ദിവസം വളരെയധികം പ്രാർത്ഥിക്കുകയും പപ്പായോട് എല്ലാ സമയത്തും ഞാൻ വിളിച്ചു പറയും, റിസൾട്ട് വരും 2 ദിവസത്തിനുള്ളിൽ, എന്താവും എന്നറിയില്ല പപ്പ പറഞ്ഞു, നീ ഉറച്ച് വിശ്വസിക്കുക, നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുന്നില്ലേ, നീ എന്തിനാ സംശയിക്കുന്നത്, മാതാവുണ്ട് കൂടെ എന്ന് പറയും. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിലൊരു പേടിയായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്ന ദിവസം ആ ലിസ്റ്റിൽ 30 പേർക്കേ ഉള്ളൂ. അതിൽ വീണ്ടും 10 പേർക്ക് പിന്നീട് കൊടുക്കുള്ളൂ. ആ 30 പേരിൽ എൻ്റെ കുഞ്ഞിൻ്റെ പേരും ഉണ്ടായിരുന്നു. മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ 40 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് വീടില്ല. കല്യാണത്തിന് മുമ്പ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് സ്വന്തമായിട്ടൊരു വീട്ടിൽ എനിക്കറിവ് വെച്ച പിന്നെ ഞങ്ങൾ താമസിച്ചിട്ടില്ല. എന്നും ചെറിയ ഷെഡ് അല്ലെങ്കിൽ വാടക വീടൊക്കെ ആയിരുന്നു. 40 വർഷത്തോളം സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് ദൈവം എന്നാണോ തരുന്നതെന്ന് അറിയില്ല. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എൻ്റെ പപ്പ 8 തവണ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. എൻ്റെ പപ്പ
ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആ പപ്പായുടെ ഒരു വിശ്വാസവും പപ്പായിലേക്ക് കിട്ടുന്ന നിരവധിയായ അനുഗ്രഹം, പപ്പായിലൂടെ ഞങ്ങൾക്കെല്ലാം കിട്ടുന്ന ആ ഒരു അനുഗ്രഹം ഓർത്ത് ഞാനും എപ്പോഴും എൻ്റെ മനസ്സും എനിക്കും കൃപാസനത്തിൽ പോകണം, എനിക്കും പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയുണ്ടെങ്കിലും എനിക്ക് ബാംഗ്ലൂർ രാവിലെ ഞാൻ 9 മണിക്ക് പോയാൽ തിരിച്ച് രാത്രി 8:45 ഞാൻ വീട്ടിലെത്തുമ്പോൾ. അത്രയ്ക്ക് ജോലിഭാരം കാരണം എനിക്കൊന്നിനും സമയം കിട്ടില്ല. പപ്പ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്ക്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 40 വർഷത്തോളം വീടില്ലാതെ വേദനിച്ച ഞങ്ങൾക്ക് ഒരു വീട് നാഷണൽ ഹൈവേയിൽ നിന്ന് അധികം ദൂരം തൊട്ടടുത്ത് തന്നെ 12 സെൻറ്റ് സ്ഥലവും ഒരു വീടും മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നെന്ന് മാത്രം പറയാം. കാരണം അത്രയും കാലം ആ വീട് എന്തോ പ്രോബ്ലം ആണെന്നും പറഞ്ഞ് ആരും എടുക്കാതെ മാറിപ്പോവുകയായിരുന്നു. അതും 65 ലാക്സോളം വില മതിക്കുന്ന ആ ഒരു വീട് വെറും 25 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ അത്രയും വർഷക്കാലം വീടില്ലാതെ വേദനിച്ച ഞങ്ങൾക്ക് മനോഹരമായ ഒരു വീട്, അധികം ദൂരത്തല്ലാതെ എല്ലാ വണ്ടികളും വരുന്ന ഒരു മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് ദൈവം നൽകി. അതുപോലെ തന്നെ എനിക്ക് ബാംഗ്ലൂർ ഞാൻ പോയിട്ട് 24 വർഷമായി. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീടുണ്ട്, എല്ലാവരും സെറ്റിലായിട്ടുണ്ട്. എനിക്ക് സെറ്റിലാവാൻ പറ്റില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അതായത് ഒരു സോഷ്യൽ സർവീസ് സെൻ്ററാണ്. അവിടെ വോളണ്ടിയറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. എങ്കിലും ഞാൻ ആ ഒരു സ്ഥാപനത്തിലും ഞാൻ ആദ്യമായിട്ട് ബാംഗ്ലൂർ ചെല്ലുന്നത് തന്നെ ആ ഒരു ഫീഡസ് എന്ന് പറയുന്ന സേക്രഡ് ഹാർട്ട് സലേഷൻ സിസ്റ്റേഴ്സിൻ്റെ കീഴിൽ നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ്. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി വിട്ടാൽ പോലും എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വോളണ്ടിയറായിട്ട് സർവീസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതൊരു ഫാമിലി ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ സ്കീം എന്ന് പറയുന്നൊരു സ്ഥാപനം, മറ്റു പാവങ്ങളായ ഫാമിലിയിലെ ആൾക്കാർക്ക് അവർക്ക് ഫുഡിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക, അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമില്ലെങ്കിൽ അതിനുള്ള ക്യാഷ്, അതിനുള്ള അവകാശം, അതിനുള്ള സ്ഥാപനങ്ങൾ അതിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരുപാട് പേരെ 10 സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ നിന്ന് അവർക്ക് ചെറിയൊരു വരുമാനം വരുമ്പോൾ അതുവഴി അവർക്ക് സാമ്പത്തികമായി സഹായിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളാണ്. അതുവഴി ഒരുപാട് കുട്ടികൾക്ക് ബുക്സുകളും അതുപോലെ പഠിക്കാനുള്ള സ്കൂളുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനും അത് മറ്റുള്ളവരിലൂടെ അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവർ തരുന്ന എമൗണ്ട് കൊണ്ട് ആ കുട്ടികളുടെ ഫീസ് കെട്ടാനും ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ സർവീസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നു. അതുവഴി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ പള്ളിയിൽ എനിക്കാവുന്ന വിധത്തിൽ ഞാൻ ആത്മീയമായി എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കുടുംബത്തെയും വളർത്തിയെടുക്കാനൊക്കെ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. എൻ്റെ പപ്പ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിന് വീട്ടിലിരുന്നും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ മതി, കൃപാസനത്തിലേക്കൊന്നും ഇത്ര ദൂരെ അവിടുന്ന് പോകണ്ട, നിനക്കൊന്നാതെ ഭയങ്കര വർക്ക് ലോഡാണ്, ഇനി ഇതും കൂടെ പറ്റില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും പപ്പ പറഞ്ഞു നീ അവനോടൊന്നും പറയാൻ നിൽക്കണ്ട, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം പപ്പ എന്നോട് ചോദിച്ചു, ഇന്ന് നീ നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പോകുന്ന കൂടെ എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിലൊരു വേദന എന്താ വെച്ചാൽ ഇത്രയും പ്രായമായ എൻ്റെ പപ്പ 8 തവണ ഉടമ്പടി പുതുക്കി, ഒരു തവണയെങ്കിലും മാതാവിൻ്റെ അടുത്ത് പോയി എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം നീ തരണേ, എൻ്റെ ഹസ്ബൻഡ് അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് പോകാൻ പേടിയാണ്, പിന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായാലോ എന്നോർത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, ഞാൻ പുള്ളിയോട് ചോദിച്ചു ഞാനും ഇങ്ങനെ ഒന്ന് പോയിക്കോട്ടെ. എനിക്കറിയില്ല എന്തൊരു അത്ഭുതമാണ്. പപ്പ അത് അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും എത്ര പെട്ടെന്ന് ആൻസർ, ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞു. അത് ഞാൻ അന്ന് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലെത്തി, ഉച്ചയ്ക്ക് എത്തി, ഞങ്ങൾ വൈകുന്നേരം തന്നെ ആ ബസ്സിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ജൂൺ മാസം 2025 ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് മാതാവിനോട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാതാവിൻ്റെ അനുഗ്രഹത്തിനായി ഞാൻ യാചിച്ചുകൊണ്ടേയിരുന്നു. അതോടൊപ്പം എനിക്ക് എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്നവരെല്ലാം സെറ്റിലായപ്പോൾ ഞാൻ മനസ്സിലോർത്ത്, ഈശ്വര എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ ആങ്ങളയ്ക്കും എല്ലാവർക്കും വീടായതിന് ശേഷം മാത്രമേ ഞാൻ സ്വന്തമായിട്ടൊരു വീട് ചിന്തിക്കുന്നുള്ളൂ എന്ന് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് 3 പേർക്കും വീടായതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ബാംഗ്ലൂരിലൊരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചത്. അവരെല്ലാം വീട്ടിലായിരുന്നു. അവരുടെ സന്തോഷത്തോടെ ഞങ്ങളൊരു വീട്ടിലേക്ക് അനുഗ്രഹത്തോടെ കയറണം
വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവ് അത് ഈശോയും അത് വളരെ ഭംഗിയായിട്ട് തന്നെ സാധിച്ചു തന്നു. കാരണം ഞാൻ ഒരു വീടേ എനിക്ക് വേണ്ടി ആഗ്രഹിച്ചുള്ളൂ. ഇന്ന് ഞാനൊരു ഫ്ലാറ്റ് തന്നെ പണിയാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒക്ടോബർ 12-ാം തീയതി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഗൃഹപ്രവേശമായിരുന്നു. അതും ആ വീട് പണിയാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 50,000 രൂപ എൻ്റെ കയ്യിൽ അതെങ്ങനെയൊക്കെയോ ഞാൻ സ്വരൂപിച്ച് ബോർവെല്ല് പണിയാൻ വേണ്ടിയിട്ട്, ബോർവെല്ലില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അവിടെ, ബോർവെല്ല് പണിയാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തു. പപ്പ പറഞ്ഞു നീ ധൈര്യമായിട്ട് തുടങ്ങിയോ. പപ്പ ആ കാശ് രൂപം വെച്ച് 33x33 അത്രയും തവണ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോൾ ഈ കാശ് രൂപം കൊണ്ടുപോയി അച്ഛൻ കല്ലിടുന്ന സമയത്ത് ഇടണം, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയി. അന്ന് 2 ദിവസം മുമ്പ് എൻ്റെ പപ്പായെ വണ്ടി ഇടിച്ച് പപ്പ തെറിച്ചുപോയി. പപ്പയുടെ കാലിൻ്റെ എല്ലൊടിഞ്ഞ് ഈ ബോളെല്ലാം ഒരുപാട്. അങ്ങനെ പപ്പായ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പപ്പ ബേബിയിൽ അഡ്മിറ്റ്. അന്ന് ഫ്രൈഡേ 9 മണിക്ക് ഞങ്ങളുടെ കല്ലിടുന്നതാണ്, അച്ഛൻ വരണം. അപ്പം ഞാൻ പപ്പായോട് വേഗം തന്നെ ഞാൻ വണ്ടിയെടുത്ത് ഇവിടെ വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പപ്പായോട് ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല, ഇവിടെ തന്നെ നിന്നോളാം, വീടിൻ്റെ കല്ലിടുന്നത് ഇനി ഒരു ദിവസത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ പപ്പായ കിടക്കുവാണ്. പപ്പായ്ക്ക് വേദന കൊണ്ട് താങ്ങാൻ പറ്റിയല്ല, എല്ല് പൊട്ടിപ്പോയി ഇവിടെ നിന്നാണ്. അപ്പോൾ പപ്പ പറഞ്ഞു നീ ധൈര്യമായിട്ട് പൊക്കോ, എൻ്റെ വേദനയൊന്നും ഒരു പ്രശ്നം, എൻ്റെ കൂടെ മമ്മിയുണ്ട്, എൻ്റെ അനിയന്മാരും ഒക്കെയുണ്ട്, നീ ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് തിരിച്ചു പോ, നീ പോയില്ലെങ്കിൽ ഞാൻ സർജറിക്ക് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരേക്ക് മനസ്സോടെ തിരിച്ചു പോയി. പപ്പ പറഞ്ഞു മാതാവിൻ്റെ കാശ് രൂപം കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം, മാതാവുണ്ട് നിൻ്റെ കൂടെ, നമ്മുടെ കൂടെ മാതാവുണ്ട്, ഈശോയ്ക്ക് എല്ലാം അറിയാം, മാതാവ് വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്, നീ ധൈര്യമായിട്ട് പോയി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. അന്ന് പിറ്റേ ദിവസം തന്നെ രാവിലെ അച്ഛൻ വന്നു. 8:45 ആയപ്പോഴത്തേക്കും തറക്കല്ലിട്ടു. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ തിരിച്ച് രാത്രി ഹോസ്പിറ്റലിലേക്ക് വീട്ടിലേക്ക് പോന്നു. അതിനുശേഷം എല്ലാവരും പറഞ്ഞു ഇനി എൻ്റെ പപ്പയ്ക്ക് നടക്കാൻ കഴിയില്ല, ഇത്രയും കാലം ഓടി നടന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല. എൻ്റെ പപ്പ മറ്റുള്ളവർക്ക് ആരെങ്കിലും സുഖമില്ലെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഓടും, ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ആ നിമിഷം എല്ലാവർക്കും പറ്റുന്ന കാര്യത്തിൽ സഹായം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന പപ്പ. ഇനി നിൻ്റെ പപ്പയ്ക്ക് അങ്ങനെ നടക്കാൻ വയ്യമ്മ, സ്ഥലത്ത് പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. അപ്പോഴും പപ്പ പറഞ്ഞു നീ അതൊന്നും കേൾക്കാൻ നിൽക്കണ്ട, മാതാവുണ്ട് നമ്മുടെ കൂടെ, ഉറച്ച് വിശ്വസിക്കുക, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക അന്നെല്ലാം പറഞ്ഞ് പപ്പ പറഞ്ഞിട്ട് ഞാൻ 3 മാസം പോലും തികയുന്നതിന് മുമ്പ് എൻ്റെ പപ്പ ഒരു കോലോ അതിൻ്റെ വടിയുടെ ഒന്നും സഹായമില്ലാതെ എൻ്റെ പപ്പ ഓടി നടക്കാൻ തുടങ്ങി. ഇന്ന് പപ്പ ഗൃഹപ്രവേശം വരെ എൻ്റെ പപ്പ നോയമ്പെടുത്ത് ആ ഗൃഹപ്രവേശത്തിൻ്റെ ദിവസവും ഞാൻ നോയമ്പ് വിടുകയുള്ളൂ. എൻ്റെ മാതാവിനോട് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്, അതുവഴി ഞാൻ അങ്ങനെ എൻ്റെ പപ്പ ഗൃഹപ്രവേശത്തിൻ്റെ അന്ന് ആ വീട്ടിൽ വന്ന് കാലുകുത്തി അന്നത്തെ ദിവസം ആ ഒരു ഗൃഹപ്രവേശത്തിൻ്റെ ദിവസമാണ് എൻ്റെ പപ്പ ഒക്ടോബർ മാസത്തിൽ കല്ലിട്ടത്. നെക്സ്റ്റ് ഒക്ടോബർ 12-നാണ് ആ ഫ്ലാറ്റിൻ്റെ പണി തീർന്നത്. അതായത് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ഡ്യൂപ്ലക്സും 5 വീട് എക്സ്ട്രാ വാടകയ്ക്ക് കൊടുക്കാനും കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നു. ദൈവത്തിൻ്റെ മഹനീയമായ അനുഗ്രഹം എനിക്കറിയില്ല എങ്ങനെ നന്ദി പറയണമെന്ന്. അത്രയ്ക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാതാവിനോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തെയും എൻ്റെ പപ്പയെയും മമ്മിയെയും എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ഈ ആരോഗ്യം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഞാൻ എന്ത് നന്മ പ്രവൃത്തിയാണ് ചെയ്തത്, അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജന്മം പാടല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്ക് തരാൻ തുടങ്ങി ദൈവം. 1000 നന്ദി എൻ്റെ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സാക്ഷ്യം മകൾ വ്യക്തമായി പറഞ്ഞു. 42 കൊല്ലം വീടില്ലാതെ കഴിഞ്ഞതുകൊണ്ട് അതിൽ സങ്കല്പമായിരുന്നില്ല. കാരണം ഞാൻ വിവാഹം കഴിക്കുന്ന കാലത്ത് ഏതാണ്ട് 8 ഏക്കർ ഭൂമിയുടെ ഉടമയായിരുന്നു. ജീവിതത്തിൻ്റെ വഴിതൊട്ട പോക്കൊണ്ട് എല്ലാം നശിച്ചു. എങ്കിലും എൻ്റെ മക്കൾ എന്നെ പിരിഞ്ഞു പോയിട്ടില്ല. എൻ്റെ മക്കളിൽ നിന്ന് ദൈവം തന്നെ എനിക്ക് അനുഗ്രഹമാണ്. എൻ്റെ മകൻ്റെ ഭാര്യയും പുറത്താണ്. അവനൊരു വീടി വലിക്കുകയോ യാതൊരു ദുർദോഷങ്ങളോ ഇല്ല. മക്കളെ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. എൻ്റെ മകളാണെങ്കിലും മകളുടെ ഭർത്താവാണെങ്കിലും ഞങ്ങളോട് വളരെ സാമ്യതയോടെയാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യത്തിലും ആ മകനും മകളുടെ ഭർത്താവും മകളും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ സമയങ്ങളിലും എത്തുന്നുണ്ട്. അങ്ങനെ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 2022 ഒക്ടോബറിലാണ് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി ഞാൻ
ഐസ്ലാൻഡിൽ കിടന്ന 3 മാസത്തോളം എനിക്ക് പുതുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 8 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി. ഇനി 9ാമത്തെ പുതുക്കി എനിക്ക് അടുത്ത മാസം 12-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റേ പേപ്പറുകൾ കൃപാസനം പത്രം ഞാൻ എല്ലാ മാസം ഇവിടെ വന്നിട്ടുണ്ട്, വെച്ച് താമസിപ്പിച്ചിട്ടില്ല. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 ദിവസത്തിനോടകം ഞാൻ ആ പത്രം എല്ലാവരുടെയും കൈകളിൽ ഏൽപ്പിച്ച് കൊടുക്കാറുണ്ട്. എവിടെയും വെച്ച് കളഞ്ഞിട്ടില്ല. പിന്നെ പാവങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിലേക്ക് ഞാൻ ആൾക്കാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആൾക്കാരെ പറഞ്ഞ് കൃപാസനത്തിൽ വിട്ടിട്ടുണ്ട്. പിന്നെ കുർബാന ഞാൻ ആക്സിഡൻറ്റ് വരുന്നിടം വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഇപ്പം ആക്സിഡൻറ്റിന് ശേഷം വാഹനം ഉപയോഗിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട്, കൈക്ക് ബാലൻസ് നഷ്ടപ്പെട്ടതുകൊണ്ട്, വാഹനം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട്, നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞായറാഴ്ചയും ശനിയാഴ്ചയും പിന്നെ ആദ്യ വെള്ളിയാഴ്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പള്ളിയിൽ പോകാറുണ്ട്. മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാൽ ഇന്നതെന്ന് പറഞ്ഞാൽ ഒരുപടി അനുഗ്രഹങ്ങൾ തന്നു. ഒരുപടി എന്ന് പറഞ്ഞാൽ ഒരുപടി അനുഗ്രഹങ്ങൾ. എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മക്കളെനിക്ക്. എൻ്റെ മക്കളെ ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കൾ ഇന്നൊരു വീടി പോലും വലിക്കാതെ, ഒരു കടയിൽ പോയി ഒരു ചായ പോലും കുടിക്കാതെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ. അതാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കും.